നമസ്കാരം എല്ലാ കുട്ടികൾക്കും. ഗിരീഷ് സാറാണ്. ഉടായ്പിലൂടെ ഫുൾ മാർക്ക് നേടാം. ഈ ഒരു ക്യാപ്ഷൻ കണ്ടാൽ പറന്നു വരുന്ന പിള്ളേരാണ്. അതെക്കാലവും അങ്ങനെ തന്നെ. കാരണം ഉടായ്പ് എന്ന് പറയുന്ന വാക്കിന് ഭയങ്കരം ആരാധകർ ഇഷ്ടം പോലുള്ള വാക്കാണ് ഉടായ്പ്. ഉടായ്പിലൂടെ നമുക്ക് ഫുൾ മാർക്ക് നേടാം. നേരായ വഴിക്ക് ഫുൾ മാർക്ക് നേടാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് പലരും വേണ്ട, ആ മാർക്ക് നമുക്ക് വേണ്ട. ഉടായ്പിലൂടെ ഫുൾ മാർക്ക് നേടാം. 2026 നമ്മൾ 2020 മുതൽ ഈ വീഡിയോ ഓരോ വർഷവും കൃത്യമായിട്ട് ജനറലൈസ് ചെയ്ത് കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട്. ഈ വട്ടം ഫിസിക്സും കെമിസ്ട്രിയും മാത്സും ഒക്കെ എങ്ങനെ ഉടായ്പിലൂടെ നേടാമെന്നുണ്ട്. സ്കിപ്പ് ചെയ്ത് കാണുക. ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്തേക്കുക. ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഷെയർ ചെയ്തേക്കുക. ഓക്കെ. 2026 ഇപ്പം എൻ്റെ ഫോട്ടോ കണ്ടാൽ അത് എൻ്റെ ഫോട്ടോ ആണോ എന്ന് സംശയിക്കും. കാരണം എന്താ പറയുക, AI ഒക്കെ അത്രയും രാജകീയമായി നിൽക്കുന്ന സമയമാണ്. AI ഒക്കെ ഭരിക്കുന്ന ലോകമാണ്. ഈ ലോകത്ത് നിങ്ങൾ വിചാരിക്കും കുട്ടികൾ മാത്രമാണ് ന്യൂജൻ. അല്ല, ഇപ്പോൾ വരുന്നൊരു 50% അധ്യാപകരും, ഞാൻ 100 എന്ന് പറയുന്നില്ല, 50% അധ്യാപകരും ന്യൂജൻസാണ്. ആ രീതിയിൽ വേണം നിങ്ങൾ എല്ലാ സംഭവങ്ങളും റെഡിയാക്കാനും പ്രാക്ടിക്കലിന് വേണ്ടി പഠിക്കാനും ഹോളിൽ നിൽക്കാനും. ഈ ഹോളിൽ നിൽക്കുന്ന കാര്യങ്ങളൊക്കെ ഞാൻ വളരെ വ്യക്തമായിട്ട് പറയുന്നതൊക്കെ വളരെ ശ്രദ്ധിച്ച് കേട്ടോണം. ഇതൊക്കെ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഫുൾ മാർക്ക് കിട്ടും. കാരണം ഉടായ്പുള്ള നമ്മളും ചെയ്യണം വൃത്തിയായിട്ട്. ഉടായ്പുള്ള അധ്യാപകർക്കും ഇതൊക്കെ അറിയാം എന്നുള്ള ധാരണയിലും ചെയ്യണം. അന്നേരം ആദ്യത്തെ കാര്യം വരുന്നത് എക്സ്റ്റേണൽ അധ്യാപകരാണ്. ഇന്റേണൽ അധ്യാപകർ എന്തായാലും ഇവിടെ നിപ്പുണ്ടായിരിക്കും. നിങ്ങളെ 2 വർഷം പഠിപ്പിച്ച, നിങ്ങളെ പൊന്നുപോലെ നോക്കുന്ന, പൊന്നോമനകളെ പോലെ സ്വന്തം അമ്മയെ കൂട്ട് അച്ഛനും കൂട്ട് നിങ്ങൾ മക്കളെ പോലെ നോക്കുന്ന ഇന്റേണൽ അധ്യാപകരുണ്ട്. അവർ നിങ്ങൾക്ക് മാർക്ക് തരാൻ നോക്കുന്നു. കാരണം അവർക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. കാരണം എക്സ്റ്റേണൽ വരുന്ന അധ്യാപകരാണല്ലോ ഫൈനൽ മാർക്ക് ഇടുന്നത്. എന്നാൽ എക്സ്റ്റേണൽ അധ്യാപകർക്ക് മുമ്പിൽ നിങ്ങളെല്ലാം പുതുമുഖങ്ങളാണ്, നിങ്ങളെല്ലാം പുത്തൻ കുട്ടികളാണ്. എന്നിട്ട് നിങ്ങൾ അവരുടെ മുമ്പിൽ നിൽക്കുമ്പം ആദ്യമേ നിങ്ങളുടെ മുഖത്ത് ഓവർ വിനയവും ഓവർ അഹങ്കാരവും പാടില്ല. 2 എക്സ്ട്രീമും പാടില്ല. ഓവർ വിനയം എന്ന് പറഞ്ഞാൽ ഞാൻ എപ്പോഴും പറയാറുണ്ട്, ചില പിള്ളേർ എപ്പോഴും ഇങ്ങനെ ഗുഡ് മോർണിംഗ് അല്ലെങ്കിൽ നമസ്കാരം അങ്ങ് കുനി. ടീച്ചർ അങ്ങ് 1 കിലോമീറ്റർ അപ്പുറം പോയി കഴിഞ്ഞാൽ ഇങ്ങനെ തന്നെ നിൽക്കും. അതിൻ്റെ ആവശ്യമില്ലേ. ഇപ്പോഴത്തെ കാലത്ത് ഓവർ വിനയം വേണ്ട. ചിലർ ഇതൊന്നുമില്ല, ഇച്ചിരി കൂടെ എക്സ്ട്രീമാണ്, ഭയങ്കര എക്സ്ട്രീമാണ്. ഇപ്പോൾ പേര് ചോദിക്കുമ്പോൾ, ഇപ്പം ഒരു എക്സാമ്പിളാണ്, പേര് ചോദിക്കുമ്പോൾ സിദ്ധാർത്ഥ്, ഇല്ല ചില മിഥുനം സിനിമയ്ക്കകത്തൊക്കെ ഇന്നസെൻ്റ് ഒക്കെ നിൽക്കുന്നവർ സിദ്ധാർത്ഥ്, അല്ലെങ്കിൽ പെൺകുട്ടികളുണ്ട് അങ്ങനെ. ഇപ്പം പേര് ചോദിക്കുമ്പോൾ ആൻ മേരി എന്താണെന്നാണ് ടീച്ചറിനോട് ചോദിക്കുന്നത്. ടീച്ചറിന് എന്തോ ഇതിൻ്റെ കുഴപ്പമാണ്. നിങ്ങൾ അവിടെ വെച്ച് അളക്കും, ആഹാ ഇവക്ക് പണി കൊടുക്കണമെന്ന് മനസ്സ് വിചാരിച്ചില്ലെങ്കിലും പിന്നെ ആ ഒരു ആ പോയിന്റ് ഓഫ് വ്യൂ നമ്മുടെ ആദ്യത്തെ ഇതങ്ങ് പോയില്ലേ, ഫസ്റ്റ് ഇംപ്രഷൻ തന്നെ അങ്ങ് പോയി. അന്നേരം നിങ്ങൾ ഓവർ വിനയം വേണ്ട, ഒരു മീഡിയത്തിൽ പോവുക. അത് ആദ്യം ശ്രദ്ധിക്കണം. അന്നേരം അത് തന്നെ വലിയൊരു കാര്യമാണ്. പിന്നെ ലാബിൽ കയറുമ്പോൾ നിങ്ങൾ ആലോചിക്കണം, തിയറിയുടെ കൂട്ടല്ല നമ്മൾ ഇരിക്കുവല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എല്ലാവരോടും ചേർന്ന് ഇത്ര പേര് ഹോളിലൊന്നൊന്നുമില്ല. ചിലപ്പോൾ 15 10 പേരൊക്കെ ആയിരിക്കും മാക്സിമം ഒരു ഹോളിൽ. അന്നേരം ഒരു ടീച്ചറിന് നന്നായിട്ട് ഈ 15 പേരെ നോക്കാം. അന്നേരം നിങ്ങൾ പലപ്പോഴും ചെയ്യുന്ന കാര്യമുണ്ട്. അടുത്തത് എഴുതി നമ്മുടെ ദേഹത്ത് കയ്യേൽ നമ്മുടെ ഇവിടെയൊക്കെ എഴുതിക്കൊണ്ട് വരുന്നവരുണ്ട്. ഇപ്പോൾ ആണെങ്കിൽ മൈക്രോ മാക്രോ, ഇനി അതിനേക്കാട്ടിൽ ചെറുതുണ്ടെങ്കിൽ മാക്രോയുടെ മുത്തച്ഛനുണ്ടെങ്കിൽ അതും റെഡിയാക്കിക്കൊണ്ട് വരുന്ന പിള്ളേരാണ്. എന്നിട്ട് ഇങ്ങനെയൊക്കെ ഇവിടെയൊക്കെ ഈ 2 വിരലിൻ്റെ ഇടയ്ക്കൊക്കെ ഇങ്ങനെ വെച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുന്നതാണ്. ഇങ്ങനെ വെടി വെക്കാനിരിക്കുന്ന പോലെ നമ്മൾ ടീച്ചറിനോട് വിചാരിക്കുമ്പോൾ ഇങ്ങനെയൊക്കെ കാണിക്കും. യഥാർത്ഥത്തിൽ ഇവിടെ ആൻസർ എഴുതി വെച്ചേക്കുക. അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ചെയ്യരുത്. കാരണം വേറൊന്നും കൊണ്ടല്ല, 40 മാർക്ക് പ്രാക്ടിക്കലിന് 40 മാർക്ക് കിട്ടൂടെ. നിങ്ങൾ ഓവർ ഇങ്ങനെയുള്ള പരിപാടികൾ ചെയ്ത് കഴിഞ്ഞാൽ പണി. ഇതൊരു 1 മണിക്കൂർ അങ്ങ് പഠിച്ചാൽ മതി. ഈ സാധനം അതങ്ങ് ഓക്കെയാണ്. ഇതെന്നറിയോ, ടീച്ചർമാർ ഇതിന് അപ്പുറത്തുള്ളവരെ ഇപ്പം വന്നിരിക്കുന്നത്. ടീച്ചർമാർക്ക് ഇങ്ങനെ കാണുമ്പോൾ അറിയാം, അവനെ ഇങ്ങനെ വിളിക്കും, അല്ലെങ്കിൽ വന്നിട്ട് പറയും മോനെ അതങ്ങ് മാറ്റി വെച്ചേര് എന്ന് പറയുമ്പോഴേ നിങ്ങളുടെ അവിടെ മാർക്ക് കുറഞ്ഞു. ഓരോ മാർക്ക് പിന്നങ്ങ് കുറയും. പിന്നെ എന്ത് ചെയ്താലും മാർക്ക് കുറയും. കാരണം നമ്മൾ ആദ്യമേ കാണിച്ചത് പൊട്ടി. അന്നേരം പരമാവധി അത് അവോയ്ഡ് ചെയ്യാൻ നോക്കുക. എഴുതുന്നത് പ്രത്യേകിച്ച് അതങ്ങ് പഴയ കാലത്തെ സ്വാതന്ത്ര്യസമരം പോലെയുള്ള സാധനമാണ്. ഇപ്പം എന്തെങ്കിലും എഴുതുന്നത് T=2π√L/G. ചിലർ ഗ്രാഫിൻ്റെ ഷേപ്പൊക്കെ കയ്യേലങ്ങ് വരയ്ക്കും. കയ്യെ രേഖകളൊന്നും ഇല്ലെന്ന് പറഞ്ഞാൽ വൃത്തിയായിട്ട് വരയ്ക്കും. ഇതിനെ ചിലപ്പം അധ്യാപകർക്ക് എന്തിനാ മക്കളെ ഇത് വരച്ചേ എന്ന് ചോദിക്കുമ്പോൾ അതിനെക്കാട്ടി പന്നെ പഴയ കാലം എഴുതി പഠിച്ചെന്ന് പറയും. കയ്യേൽ എഴുതി പഠിച്ച്, വേറെ ബുക്കും ഒന്നുമില്ല. അന്നേരം ഇങ്ങനെയുള്ളതൊക്കെ ഒഴിവാക്കിക്കണം. പിന്നെ നമ്മൾ അത്യാവശ്യം ഇതൊക്കെ ചെയ്യുമ്പോഴും ഒക്കെ പിന്നെ ബാക്കിയുള്ളതൊക്കെ അതിൻ്റെ മുന്നോട്ടൊക്കെ പോവും.
കെമിസ്ട്രി പ്രാക്ടിക്കൽ വരുമ്പോൾ, ഇപ്പം കെമിസ്ട്രിയുടെ പ്രാക്ടിക്കലി നിങ്ങൾ ഇതേ അവസരത്തിൽ ചെയ്യുമ്പോൾ കെമിസ്ട്രിക്ക് സോൾട്ട് അനാലിസിസ് എന്ന് പറയുന്ന സാധനമുണ്ട്, അല്ലെങ്കിൽ വോളുമെട്രിക് അനാലിസിസ് എന്ന് പറയുന്ന സാധനമുണ്ട്. സോൾട്ട് അനാലിസിസ് നമ്മൾ ഓരോ സോൾട്ട് ഗ്രൂപ്പ് 1, ഗ്രൂപ്പ് 2, ഗ്രൂപ്പ് 3, ഗ്രൂപ്പ് 4, ഗ്രൂപ്പ് 5 ഒക്കെ നമ്മൾ ചെയ്ത് നോക്കുകയാണ്. ചെയ്യുമ്പോൾ നമുക്ക് ഒരുപക്ഷെ കിട്ടുന്നില്ല എന്ന് വിചാരിക്കുക. നിങ്ങൾ ചെയ്യുന്നു, കിട്ടുന്നില്ല, എത്ര ചെയ്തിട്ട് നമുക്ക് അതിൻ്റെ അനലൈസ് ചെയ്യാൻ നമുക്ക് പറ്റുന്നില്ല. നിങ്ങൾ വേർത്ത് കുളിച്ച് ഒക്കെ നിൽക്കുകയാണ്. നിങ്ങൾ അത്രയും ടെൻഷൻ, ഫിസിക്സിൻ്റെ അത്രയും ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. ഫിസിക്സ് നമ്മൾ ചെയ്തേ പറ്റൂ. കെമിസ്ട്രി നമ്മൾ അത്രയും കിട്ടുന്നില്ലെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ആരും പഠിച്ചുകൊണ്ട് പോകാതിരിക്കാനല്ല പറഞ്ഞാൽ, നിങ്ങൾ എല്ലാ ഗ്രൂപ്പും നല്ല പഠിച്ചുകൊണ്ട് പോകണം. കിട്ടുന്നില്ലെങ്കിൽ ഒരു കാര്യം പറയാം, നിങ്ങൾ വളരെ രഹസ്യമായിട്ട് വെച്ചേക്കുക. കിട്ടുന്നില്ല എന്ന് 100% ഉറപ്പുണ്ടെങ്കിൽ നിങ്ങളുടെ ഒരു ലാബ് അസിസ്റ്റൻറ്റ് കാണും എല്ലാ കെമിസ്ട്രി ലാബിലും. അന്നേരം അല്ലെങ്കിൽ ഈ ടീച്ചർ, ഈ എക്സ്റ്റേണൽ വരുന്ന ടീച്ചറായാലും കിട്ടുന്നില്ല എന്നാലും നമ്മൾ പറയാം, ടീച്ചർ ഒരുപാട് വട്ടം ചെയ്ത് നോക്കുന്നു, കിട്ടുന്നില്ല. ഇന്ത്യൻ അധ്യാപകരോടായാലും നിങ്ങൾ ചെറുതായിട്ട് സൂചിപ്പിക്കുക. അത് ഓവർ വിനയത്തിലുമല്ല, കിട്ടുന്നില്ല ടീച്ചർ, ഒരുപാട് ചെയ്ത് നോക്കിയിട്ട് നല്ല രീതിയിൽ റെസ്പോണ്ട് ചെയ്യുക. എന്ത് ചെയ്യണം ടീച്ചറെ ഇനി എന്ന് ചോദിക്കുമ്പോൾ ഒരുമാതിരി മനുഷ്യപ്പറ്റുള്ള ടീച്ചറാണെങ്കിൽ പറയും, അല്ലെങ്കിൽ ലാബ് അസിസ്റ്റൻ്റ് ആണെങ്കിൽ ഒരുമാതിരി മനുഷ്യപ്പറ്റുള്ള ലാബ് അസിസ്റ്റൻ്റ് ആണെങ്കിൽ എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ളവരെല്ലാവരും ഞാൻ മോശമാക്കുന്നതല്ലേ പറഞ്ഞത്, അവർ പോയി നോക്കും. കാരണം ഇതെല്ലാം നമുക്ക് ഓൾറെഡി ചെയ്ത് വെച്ചേക്കുന്ന, ഓരോരുത്തർക്കും കിട്ടേണ്ട എല്ലാ ലാബിൻ്റെ സാധനങ്ങൾ ചെയ്ത് വെച്ചേക്കുന്ന. ഈ ലാബ് അസിസ്റ്റൻറ്റ് വന്നിട്ട് പറയും, മോനെ ആ ഗ്രൂപ്പ് 3 ഒന്നുകൂടെ ഒന്ന് ചെയ്ത് നോക്കിയേരെ. ലാബ് അസിസ്റ്റൻറ്റ് ഇനി ചേട്ടനായാലും ചേച്ചിയായാലും ഗ്രൂപ്പ് 3 ഒന്നുകൂടെ ചെയ്ത് നോക്കാൻ പറഞ്ഞാൽ എന്തുവാ, ഗ്രൂപ്പ് 3 ഉത്തരം. അന്നേരം പിന്നെ ചേട്ടൻ ചുമ്മാ പറയുക, ആ ചേട്ടനെ അങ്ങ് ആക്കിക്കൊണ്ട് ചെയ്യരുത്. ഗ്രൂപ്പ് 3 അന്നേരം ഉത്തരം. ഗ്രൂപ്പ് 3 നിങ്ങൾക്ക് കിട്ടുമെന്നുള്ളതിൻ്റെ അർത്ഥം. അത് കെമിസ്ട്രി മാത്രം കിട്ടുന്നൊരു വലിയ ഭാഗ്യമാണ്. ഇത് ഞാനിവിടെ പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് ഇനി കേരളത്തിലെ കുട്ടികളല്ല ലാബ് അസിസ്റ്റൻറ്റിനോടോ അല്ലെങ്കിൽ ടീച്ചറിനോടോ എനിക്ക് അറിയത്തില്ല ടീച്ചർ ഏതാണെന്ന് നോക്കിക്കൊണ്ട് വരാമോ എന്ന രീതി ചോദിക്കരുത്. നിങ്ങൾ എല്ലാ ഗ്രൂപ്പും പഠിക്കുക, കിട്ടാത്ത ലാസ്റ്റ് അവസരത്തിൽ മാത്രം ഇത് ചോദിക്കുക. അത് ചോദിക്കുന്നത് വളരെ കാര്യമായിട്ട് നിന്ന് ചോദിക്കാവുള്ളൂ. മാത്സിൻ്റെ പ്രാക്ടിക്കൽ കേസിൽ അങ്ങനെ ഒരു പ്രശ്നങ്ങൾ വരുന്നില്ല. കാരണം മാത്സ് ആവശ്യമില്ലാത്ത അനാവശ്യമായിട്ട് ഇഷ്ടംപോലെ എക്സ്പീരിയൻസ് കുത്തി കയറ്റി പിള്ളേരെ തകർത്ത് തരിപ്പണമാക്കി വെച്ചേക്കുന്നതുകൊണ്ട് നിങ്ങൾ പേടിക്കേണ്ട. കാരണം അറിയാമോ, ടെൻഷൻ അടിക്കേണ്ട, പിള്ളേർ ടെൻഷൻ അടിക്കേണ്ട. കാരണം 70% അധ്യാപകർക്ക് ഇത് ചെയ്യാൻ അറിയത്തില്ല. എക്സ്റ്റേണലായിട്ട് വരുന്ന അധ്യാപകർക്ക് 70% പേര് അറിയത്തില്ല. ഇന്ത്യൻ അധ്യാപകർ 70% ഞാൻ പറയുള്ളൂ, 70% ഇന്ത്യൻ അധ്യാപകർക്ക് നമുക്കറിയാം. നമ്മുടെ സുഹൃത്തുക്കളൊക്കെ പലരും പറയുന്നുണ്ട് എന്തിനാണെന്നും അറിയത്തില്ല, നമുക്കും അറിയത്തില്ല, കുട്ടികൾക്കും അറിയത്തില്ല. പിന്നെ സെയിം ബിച്ച്, കാരണം രണ്ടുപേർക്കും അറിയത്തില്ല. അന്നേരം മാത്സിൻ്റെ പറയുന്നത് നിങ്ങൾ ഒരുപാട് ടെൻഷൻ അടിക്കേണ്ട. കമ്പ്യൂട്ടർ സയൻസൊക്കെ അടിക്കണം. കാരണം അറിയോ, കമ്പ്യൂട്ടർ സയൻസൊക്കെ നല്ലപോലെ കുട്ടികളും ബ്രില്യൻ്റ് ആണ്. അതിൻ്റെ അപ്പുറത്തെ ബ്രില്യൻസ് കാണിക്കുന്ന ദൃശ്യത്തിൽ ജോർജ് കുട്ടിയായിരിക്കും വരുന്ന അധ്യാപകർ, അതിനെക്കാട്ടി ബ്രില്യൻസ് കാണിക്കും. അന്നേരം അവിടെയൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കണം. ബോട്ടണി സുവോളജി പിന്നെ അങ്ങനെ വലിയ കാര്യങ്ങളൊന്നുമില്ല. പണ്ടൊക്കെ ആണെങ്കിൽ തവള കയറുന്ന ജലതിയൊക്കെ ഉള്ളത്, ഇപ്പോൾ അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ഇല്ല. പാറ്റ കയറുന്നൊന്നും ഇല്ല. അതുകൊണ്ട് അങ്ങനെ വലിയ അഭ്യാസങ്ങളൊന്നും വേണ്ട. പിന്നെ ഇതെല്ലാം ശ്രദ്ധിക്കണം. പിന്നെ വൈവ ക്വസ്റ്റ്യൻസ് പൊതുവേ ഉള്ളതാണ്. വൈവ ക്വസ്റ്റ്യൻസിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ വൈവ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ എല്ലാവരോടും ചോദിക്കണമെന്നില്ലടേ ഈ വൈവ ക്വസ്റ്റ്യൻസ്. അത് ആദ്യം നിങ്ങൾ മനസ്സിലാക്കുക. കാരണം ഇപ്പോൾ ഒരു ടീച്ചർ വന്നിട്ട്, ഞാൻ എൻ്റെ സ്റ്റുഡൻ്റാണ്, എന്നോട് ചോദിക്കുകയാണ്, ഞാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, എന്നോട് ചോദിക്കുകയാണ് ഞാൻ ഓംസ് ലോ ആണ് ചെയ്യുന്നത്. അന്നേരം എന്നോട് ചോദിക്കുകയാണ് ഓംസ് ലോ എന്താണ്. ഞാൻ പറയും അറ്റ് കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ കറണ്ട് ത്രൂ എ കണ്ടക്ടർ. അത് നല്ല വ്യക്തമായിട്ട് പറയുന്നു. ടീച്ചർ ചോദിക്കുന്നതിനുള്ളവർ മാത്രം പറഞ്ഞാൽ മതി. നമ്മൾ ചുമ്മാ അതങ്ങ് വലിച്ചു വരും. ആർ ഈസ് റെസിസ്റ്റൻസ് ഓഫ് എ കണ്ടക്ടർ, യൂണിറ്റ് റെസിസ്റ്റൻസ് ഈസ് ഓം, അതിൻ്റെ റെസിപ്രോക്കലാണ് മറ്റേ കണ്ടക്റ്റൻസ്, അതിൻ്റെ വേറൊരു കാരണമാണ് റെസിസ്റ്റീവ് ഫാക്ടേഴ്സ്. ഇതൊന്നും പറയണ്ട, ചോദിക്കുന്നതിന് മാത്രം ഉത്തരം പറയുക. ഇത് ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ പരിസരത്തുള്ള കുട്ടികളെല്ലാം ഇങ്ങനെ ചെവി ഇങ്ങനെ സോണിങ്ങനെ വെക്കുന്നുണ്ടായിരിക്കും. അയ്യോ എന്നോ അടുത്ത ചോദ്യം നമ്മളോടാണ് ഇങ്ങനെ നിൽക്കുക. ഈ ടീച്ചർ ഈ ചോദ്യം ചോദിച്ചതിന് ശേഷം ഈ ടീച്ചർ അങ്ങ് നടന്നുപോയി. നമ്മൾ അപ്പുറത്തിരിക്കുന്നവരോടൊന്നും ചോദിക്കുന്നില്ല. അന്നേരം അപ്പുറത്തിരിക്കുന്നവരെന്ത് വിചാരിക്കുന്നത്, അല്ലെങ്കിൽ അപ്പുറത്ത് നിൽക്കുന്നവർ എന്തുമായിരിക്കും വിചാരിക്കുന്ന കുട്ടികൾ, അയ്യോ എന്നോട് വൈവ ചോദിച്ചാലാണ് അവനോട് വൈവ ചോദിച്ചു, അവന് ഫുൾ മാർക്ക്. അവിടെ ഈഗോയും വർക്കൗട്ട് ചെയ്ത് ടെൻഷനും വർക്കൗട്ട് ചെയ്യും. രണ്ട് സാധനങ്ങൾ ഒരേ സമയത്ത് വർക്കൗട്ടാണ്. അന്നേരം ഉറപ്പായിട്ടും ചിലവരെന്തെന്നറിയാം, ചിലവർ നൈസായിട്ട് അവിടെ തന്നെ നിൽക്കുമോ, കുഴപ്പമില്ല, എന്നോട് ചോദിക്കേണ്ട. ആ എന്നോട് ചോദിക്കേണ്ട എന്ന് പറഞ്ഞാൽ ചുമ്മാ നിൽക്കുന്നവനാണ് മിടുകൻ. അവന് ഫുൾ മാർക്ക് കിട്ടും. ചോദിക്കേണ്ട ടീച്ചറിൻ്റെ ചുമതല. ടീച്ചർ ചോദിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് ഫുൾ മാർക്ക് കിട്ടിയിരിക്കും. ചിലരുണ്ട്, ടീച്ചറേ ഇനി വന്നേ, നേരത്തെ ടീച്ചർ അങ്ങോട്ട് പോയി, ടീച്ചർ എന്താ മോനെ, അല്ല എന്നോട് വൈവ് ചോദിച്ചില്ല. അന്നേരം നമ്മൾ ചെയ്യുന്നത് ഇപ്പം സിമ്പിൾ പെൻഡിലാന്ന് വെച്ചു, ടീച്ചറിനെ ഇങ്ങനെ വിളിക്കുക, വിളിച്ചിട്ട് എന്നോട് ചോദിച്ചില്ലയോ, അല്ല അവനോട് ചോദിച്ചു ടീച്ചറെ, എന്നോട് ചോദിച്ചില്ല, ചോദിച്ചു ടീച്ചറെ എന്ന് ചോദിക്കുമ്പോൾ ശരി ചോദിച്ചേക്കാം. സിമ്പിൾ പെൻഡിലും ഒരു ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ് വെച്ചാൽ എന്തായിരിക്കും അതിൻ്റെ ടൈം പീരീഡ്? കഴിഞ്ഞു. ഉത്തരവും അറിയത്തില്ല, നമ്മൾ കണ്ണും പിടിച്ചിങ്ങനെ നീക്കും. ഈ സിറ്റുവേഷൻ ഒരുപാട് കുട്ടികളുണ്ടാകും. അത് ഇത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. അന്നേരം അവിടെ മാർക്ക് പോവുകയും ചെയ്തു. അന്നേരം
നമ്മൾ വിളിച്ചു വരുത്തേണ്ട ആവശ്യമില്ല. പിന്നെ ചില അധ്യാപകർ, പാവം പിടിച്ച അധ്യാപകർ എന്തറിയോ, ഈ അധ്യാപകർ നല്ല ശതമാനം പാവങ്ങളാണ് കേട്ടോ. ഈ അധ്യാപകർ ഇപ്പം നമ്മളൊരു അധ്യാപനമായിട്ട് ഇന്റേണൽ അധ്യാപനം എക്സ്റ്റേണൽ അധ്യാപനമായിട്ടൊക്കെ നമ്മൾ പോയിട്ടുണ്ട്. നമ്മൾ പറയുവാണ്, നമ്മൾ ചിലവരെ കാണുമ്പോൾ തന്നെ പിള്ളേരെ കാണുമ്പോൾ വലിയ അഹങ്കാരം ഒന്നും ഇല്ലെങ്കിൽ നമ്മൾ തന്നെ ഈ വൈവ ക്വസ്റ്റ്യനൊക്കെ നമ്മൾ ആമ്പിള്ളേരാണെങ്കിൽ തോളത്തട്ടി എന്ത് വേണം അവനെ പേര്, ഈ തോളത്തട്ടി പേര് ചോദിക്കുമ്പോഴും വൈവ ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് ചോദിക്കുന്ന ഒരു ടെൻഷൻ, ഇപ്പം പേര് പറയത്തില്ല, പേര് സാർ മറന്നുപോയി സാർ, സ്ഥലം എന്തോ മറന്നുപോയി സാർ, ഇങ്ങനെ പറയരുത്. നിങ്ങൾ കോൺഫിഡൻ്റ് ആയിരിക്കണം. കോൺഫിഡൻ്റ് ആയിട്ട് വേണം പ്രാക്ടിക്കൽ ചെയ്യാൻ. 40 മാർക്ക് ചെയ്യാൻ നമ്മൾ ഉടായ്പകളെല്ലാം നമുക്കും അറിയാം. ഈ പറയുന്ന ഇപ്പോഴത്തെ ജനറേഷൻ 26 ഞാൻ പറഞ്ഞത് 2026 അധ്യാപകർക്കും അറിയാം. അന്നേരം ഇതെല്ലാം മനസ്സിലാക്കി അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിൽ നിങ്ങൾ പോകാവുള്ളൂ. അങ്ങനെയാണെങ്കിൽ എല്ലാം ഒത്തുവരുമ്പോഴാണ് നമ്മൾ ഫിസിക്സ് ആണെങ്കിൽ ടാബ്ലക്കോളം പഠിക്കണം, വലിച്ചു വരിയൊന്നും പഠിക്കേണ്ട, ടാബ്ലക്കോളം പഠിക്കണം, ഇക്വേഷൻസ് പഠിച്ചുകൊണ്ട് പോകണം, അതിൻ്റെ ലെറ്റേഴ്സ്, ഗ്രാഫ്, ഷേപ്പ് ഇതെല്ലാം പഠിച്ചുകൊണ്ട് പോകാൻ വലിയ സമയമൊന്നുമില്ല. ഒരു 3-4 മണിക്കൂർ പഠിച്ചാൽ മൊത്തം പഠിച്ചുകൊണ്ട് പോകാം. ഇത്ര എക്സ്പീരിയൻസേ ഉള്ളൂ. ഇത് പഠിച്ചുകൊണ്ട് അങ്ങ് പോയാൽ നമുക്ക് ഫുൾ മാർക്ക് കിട്ടും. ഉടായ്പകൾ എന്നൊക്കെ പറയുന്നത് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ നമുക്ക് ഒരു മാർക്ക് പോലും പോത്തില്ല. ഇതെല്ലാം ശ്രദ്ധിച്ച് കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഏകദേശം ഒരു ധാരണയൊക്കെ ആയിട്ടുണ്ട്. കെമിസ്ട്രി ആയാലും മാത്സ് ആയാലും, ഞാൻ മാത്സിനൊക്കെ ചുമ്മാ ട്രോളി പറഞ്ഞൊന്നുമല്ല, ഞാൻ ഇത് എല്ലാ 100% അധ്യാപകർക്കും അറിയാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ചുമ്മാ പറഞ്ഞതേ ഉള്ളൂ, രസത്തിന് വേണ്ടി പറഞ്ഞതാണ്. ഇനി അത് പറഞ്ഞുകൊണ്ട് ഇനി മാത്സ് അധ്യാപകർ 30% അധ്യാപകർ മോശക്കാരാണെന്നൊന്നും പറയത്തില്ലല്ലോ, നല്ലവരാണെന്നോ ഒന്നുമല്ല. അന്നേരം നിങ്ങൾക്കൊരു അവബോധം തന്നേ ഉള്ളൂ. പ്രാക്ടിക്കൽസിനെ ഫുൾ മാർക്ക് കിട്ടുന്നത് നിങ്ങൾ 60 മാർക്കിൻ്റെ തിയറി മേടിക്കുമ്പം എന്തും വേണ്ടി കഷ്ടപ്പെടണം. 2 ടെക്സ്റ്റ് ഫുള്ള് പഠിക്കണം, ചറപറ, ഇൻ്റഗ്രേഷൻ, ഡിഫറൻസിയേഷൻ, റേ ഒപ്റ്റിക്സ്, വേവ് ഒപ്റ്റിക്സ്, ഓർഗാനിക് കെമിസ്ട്രി എല്ലാം പഠിച്ചിട്ട് വേണം നമുക്കിത് കിട്ടാൻ. ഇവിടെ 40 മാർക്ക് നമ്മുടെ കുറച്ച് മണിക്കൂർ കൊണ്ട് നമുക്ക് കിട്ടുന്നതാണ്. അതും ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, ബോട്ടണി, സുവോളജി, കമ്പ്യൂട്ടർ സയൻസ് എല്ലാത്തിനും ലാഭമുണ്ട്. 40 ഗുണം എത്ര മാർക്കാണ് നമുക്ക് കിട്ടുന്നത് വാരിക്കൂരി. ഇത് ഒരു മാർക്ക് പോലും നിങ്ങൾക്ക് പോകത്തില്ല, ഫുൾ മാർക്ക് നേടാം. ഇങ്ങനെയുള്ള ഉടായ്പകൾ ഇത് അധ്യാപകരും കാണുന്നുണ്ട്, വിദ്യാർത്ഥികളും കാണുന്നുണ്ട്. അന്നേരം ഇത് കാണുക, ഇതുപോലെ ഇതൊക്കെ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് നിങ്ങൾ ലാബിൽ പോവുക. ഫുൾ മാർക്ക് കിട്ടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് മാഷ് നിർത്തുന്നു. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് എനേബിൾ ചെയ്ത് വെക്കുക. ഇതുപോലുള്ള വീഡിയോസ് ടെൻഷൻ ഇല്ലാതെ നമുക്കിരുന്ന് കാണാനും സുഖമാണ്. അന്നേരം അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ നെവർ എവർ ഗിവ് അപ്പ്.